ആട് ഗോട്ട ഇക്കാലത്തെയും വെച്ച ഇതിഹാസം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതാണ് ആ ആട് അങ്ങനെ ഒരു 3 ലയൺസിനെ അല്ലെങ്കിൽ ഒരു സിംഹപ്പടയെ വേട്ടയാടി അങ്ങനെ തൻ്റെ ടീമിനെ ഫൈനലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അർജന്റീനയ്ക്ക് മുന്നിൽ ഇനി ഒരു മത്സരം കൂടിയുണ്ട്. അതിൽ കൂടി ജയിച്ചാൽ മെസ്സിക്ക് ഒരിക്കൽ കൂടി ലോകകപ്പ് നേട്ടം വരും എന്ന് തന്നെയാണ്, അദ്ദേഹത്തിന് അർഹിച്ച ഒരു യാത്രയപ്പ് കിട്ടും എന്നതാണ് അർജന്റീന ടീമും ആരാധകരും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് നടന്ന ആ മത്സരത്തിൽ ഇതുവരെ കാണാത്ത ഒരു അർജന്റീനയായിരുന്നു സെമി ഫൈനലിൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ കണ്ടത്. ഗോൾ വീഴുന്നതുവരെ പരുക്കൻ കളി കളിച്ച മെസ്സിയും കൂട്ടരും ഞൊടിയിടയിലാണ് തന്ത്രം മാറ്റിയത്. ഇംഗ്ലീഷ് പരീക്ഷയിലും ടോപ്പറായത് മറ്റാരുമല്ല, നായകൻ ലിയോണൽ മെസ്സിയാണ്. 4 നാളായി നാനാദിക്കിൽ നിന്നും നാഴികയ്ക്ക് 40 വട്ടം പല കൂട്ടരും പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. 6 പതിറ്റാണ്ടായി പേറുന്ന പശിയകറ്റാനെത്തിയ സിംഹങ്ങളാണ് അപ്പുറത്തുള്ളത്. മുന്നിൽപ്പെട്ടാൽ കടിച്ചുകീറി കുടഞ്ഞുകളയുമത്രേ. പക്ഷേ അവർ മറന്നതോ സൗകര്യപൂർവ്വം മറച്ചുവെച്ചതോ ആയ ഒന്നുണ്ടായിരുന്നു. വെള്ളവരയാൽ അതിരു തീർത്ത പുൽമൈതാനത്ത് എതിരെ വരുന്നവന്റെ തലപ്പൊക്കമോ തൂക്കമോ ശൗര്യമോ വകവയ്ക്കാതെ വേട്ടയാടി വീഴ്ത്തുന്ന നരനും നരിയുമായവനാണ് അപ്പുറത്തെ നേതാവെന്ന്. അവന്റെ ചങ്കിടിപ്പിന്റെ താളം തെറ്റിക്കാൻ പോന്ന ഗർജനമൊന്നും ഈ അടുത്ത കാലത്തായി ഒരിടത്തുനിന്നും ഉയർന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായപ്പോഴൊന്നും അതിനധികം ആയുസ്സും നൽകിയിട്ടില്ല. അടക്കം ചെയ്തൊടുക്കാമെന്നു കരുതി പെട്ടിയൊരുക്കിയവർ ഇത്തവണയും നിരാശരായി മടങ്ങുക. ആ ഇടംകാലിന് ഇപ്പോഴും ജീവനുണ്ട്. കളിയഴകും കവിതയുമൊക്കെ കളത്തിന് പുറത്തു വെച്ചാണ് അവനും അനുയായികളും ഇറങ്ങിയത്. ആവുന്നത്രയും ഇംഗ്ലീഷുകാരെ ദേഷ്യം പിടിപ്പിക്കുക, അതുവഴി അവരുടെ കാലിന്റെ താളം തെറ്റിക്കുക. ആശാന്റെ തന്ത്രം ശിഷ്യന്മാർ അതേപടി പകർത്തി. ആദ്യ പകുതിയിൽ തുല്യമായിരുന്ന സ്കോർ ബോർഡിൽ 10 മിനിറ്റ് അപ്പുറം ഒരനക്കമുണ്ടായി. ആനന്ദത്തിന്റെ പരകോടിയിൽ ആർത്തുവിളിച്ച സിംഹങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇനിയുള്ള സമയമത്രയും തങ്ങളുടെ പല്ലും നഖവുമൊക്കെ ആ നീലക്കുപ്പായക്കാർ അടർത്തിയെടുക്കുമെന്ന്. ഗോൾ വീണ നിമിഷം നീലാകാശത്തേക്കും ക്ലോക്ക് ബോർഡിലേക്കും ഒരേ സമയം തലയുയർത്തി നോക്കിയ 10ാം നമ്പറുകാരൻ ഒരു തീരുമാനമെടുത്തു. ഒരായുസ് മുഴുവൻ പൊരുതി നേടിയ കയ്യിലിരിക്കുന്ന കിരീടം ഇവിടെ വെച്ച് മടങ്ങില്ലെന്ന്. തന്റെ ഉള്ളിലെ പഴയ 19കാരനായി അവൻ ഒരിക്കൽ കൂടി പരിവർത്തിക്കപ്പെട്ടു. കൂടെ ഓടിക്കയറാനും ചാടിത്തലവയ്ക്കാനും ഒപ്പമുള്ള 10 പേരും പണ്ടേ തയ്യാർ. പിന്നിലേക്കിറങ്ങി പന്തെടുത്തു പല കണ്ണികളെയും അയാൾ കോർത്തിണക്കി. 85ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ്, പിന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലൗത്താരോ മാർട്ടിനസ്. 2 പേർക്കും പന്തെത്തിച്ചു നൽകിയത് അവൻ തന്നെ. അയാളിലെ വീഞ്ഞിന് വീര്യം പോരെന്നും കലർപ്പു ചേർന്നിട്ടുണ്ടെന്നും പരിതപിക്കുന്നവരുടെ പാഴാങ്കം വീണ്ടും അർത്ഥശൂന്യമാകുന്നു. പിന്നിൽ നിന്ന് തിരിച്ചു വന്ന് ഇടിച്ചു കയറി ജയിച്ചു മടങ്ങുന്നത് ശീലമാക്കിയ ഈ സംഘത്തെ ഓരോ കളിയുടെയും 3/4 ഭാഗവും അപകടകാരികളല്ലെന്ന് അഭിനയിപ്പിക്കുകയായിരുന്നു പരിശീലകൻ സ്കലോണി. കൃത്യസമയമാകുമ്പോൾ ഉറക്കം വിട്ടവരുണരും. അതുവരെ നടന്നതൊക്കെയും പിന്നീട് ആരും ഓർക്കാത്ത തരത്തിൽ കുഴിച്ചുമൂടും. ഇനിയൊരൊറ്റ രാവിലെ പോരാണ് ബാക്കിയുള്ളത്. അതിനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമൊക്കെ എന്നേ പണിപ്പുരയിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും. വെൽക്കം ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.